വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടൈപ്പിലുള്ള പാസ്ത എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും ഒന്നിച്ചാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് നമുക്ക് തിളച്ച് വരണം. തിളച്ച് വരുന്നത് വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പാസ്ത ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും നമുക്ക്. ഇപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 2 പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പാതി വേകുന്ന വരയ്ക്കും ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സവാള, ക്യാരറ്റ്, ബീൻസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, 3 മുട്ട, ഇത്രയും സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാസ്ത ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. സവാള ഒന്ന് വഴണ്ട് വന്ന ഉടനെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുന്ന വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ബീൻസ് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമുക്കൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മളിട്ട വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് 3 മുട്ട ഉടച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. 3 മുട്ട നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരും. ഇപ്പോൾ മുട്ട എല്ലാം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടോ. ഇപ്പോൾ നമ്മൾ സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി എല്ലായിടത്തും ഒരുപോലെ എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കുന്നത് പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ ചിക്കൻ പാസ്ത റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്